വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്കും ചാനലിലേക്കും സ്വാഗതം. ഇത് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഹോം ടൂർ ആയിട്ടാണ്. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഇത് ഒമാനിലെ മസ്കറ്റിലാണ് നമ്മുടെ വീടുള്ളത്. അപ്പോൾ അറബ് നാട്ടിലുള്ള ഈ വില്ലയിലേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളതും ഇവിടുത്തെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇൻട്രോ തുടക്കം പറയുന്നത് നമ്മുടെ ഹോളിൽ നിന്നാണ്. നമുക്ക് ഇപ്പോൾ സമയം ഇവിടെ 5:40 ആയിട്ടോ. 5:40 എന്ന് പറഞ്ഞാൽ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഇരുട്ടാവാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം കോമ്പൗണ്ട് നമ്മളങ്ങനെ ഒരു ഹോം ടൂർ പ്ലാൻ ചെയ്തിട്ട് ഇരുന്നൊന്നുമല്ല. അപ്പോൾ എന്താണ് വീഡിയോയ്ക്ക് ഒരു കണ്ടന്റ് എന്താണെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്താണ്. അല്ലെങ്കിൽ നമുക്ക് പകലെടുക്കായിരുന്നു. പകലെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ഇപ്പോൾ വിൻ്റർ ആകുമ്പോൾ ഏത് സമയം എടുത്താലും അത്യാവശ്യം വലിയ ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എടുക്കാമായിരുന്നു. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കെങ്കിലും എടുക്കണമായിരുന്നു. പക്ഷെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു. പിന്നെ എന്തായാലും നമുക്ക് ഹോം ടൂറായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എത്രത്തോളം വെളിച്ചുണ്ടാവും പുറത്തുനിന്നുള്ളത് നമുക്ക് നോക്കാം. ഇരുട്ടിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടും അതിനുശേഷം ടെറസും നമുക്ക് ആദ്യം കാണാൻ ശേഷം വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. വീടിൻ്റെ ഉള്ളിൽ പിന്നെ ലൈറ്റ് എല്ലായിട്ടും നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് മുറ്റത്തേക്ക് പോവാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗേറ്റ്. ഇതിൽ ഞാൻ വലിയ ഗേറ്റാണ്, പക്ഷേ സിംഗിൾ ഗേറ്റ് ഒരു പൊളി മാത്രം ഞാൻ തുറന്നതാണ്. നമ്മളിത് താഴിട്ട് പൂട്ടാറുണ്ട്. സ്ക്രോൾ ചെയ്ത് നമുക്ക് തുറക്കാം, ഫുള്ളായിട്ട് തന്നെ തുറക്കാം. വണ്ടിയെല്ലാം ഇതിങ്ങനെ പാട്ടായിട്ടാണെങ്കിലും പാട്ടായിട്ടല്ല ഒന്നിച്ചുള്ളതാണ്. പിന്നെ വണ്ടിയെല്ലാം ഉള്ളിലേക്ക് കയറ്റുള്ള ഒക്കെ സാധിക്കാറുണ്ട്. നമ്മുടെ ബാക്ക് സൈഡ് ഇത് നമ്മുടെ കറ്റാർവാഴയാണ്. ഇതിലൊരു 25 പ്ലാന്റ് ഉണ്ടാവും. നമ്മൾ പറിച്ച് നട്ടില്ല. പറിച്ച് നടാത്തത് എന്താണെന്ന് വെച്ചാൽ പറിച്ച് നടാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇതങ്ങനെ നിൽക്കും. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇന്ന് ചെറിയ പ്ലാന്റ് എടുത്തിട്ട് കൊടുക്കും. ഇത് നമ്മുടെ ഒരു ബാൽക്കണിയാണ് കേട്ടോ. അവിടെ നമുക്ക് ചെയറൊക്കെ ഇട്ടിട്ടിരിക്കാം. വിൻ്ററിൽ നല്ലതാണ്. എപ്പോഴും നമ്മളങ്ങനെ ഇരിക്കാറില്ല. സമ്മറിൽ പിന്നെ നമുക്ക് നടക്കില്ല. വിൻ്ററിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. വിൻ്ററിൽ എന്ന് പറഞ്ഞാൽ 3-4 മാസങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ആയിരുന്നു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് വെള്ളം അടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് പാഴിയിലെ ചട്ടിയുടെ അത് പൊട്ടി. അതിന് വെയിൽ കൊണ്ടിട്ട് ഈ ഭാഗങ്ങൾ പൊട്ടിയത്. അപ്പോൾ അവിടെ വെള്ളം ആക്കുമ്പോൾ അവിടെ ഇങ്ങനെ എപ്പോഴും കച്ചറയാവുന്നതുകൊണ്ട് ഞാനതിൽ ഇറക്കി വെച്ചു. പിന്നെ മാത്രമല്ല വിൻ്ററല്ലേ, അപ്പോൾ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചൂട് അത്രയും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിലൊരു ഞാൻ പറഞ്ഞല്ലോ 25 പ്ലാന്റ് ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പുഷ്ടില്ലാതെ നിൽക്കുന്നത് കേട്ടോ. അതൊന്നിങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഇനി നാളെ മറ്റന്നാളെ എനിക്ക് കുറച്ച് പ്ലാൻ വെറുതെ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4-5 പ്ലാന്റ് ഞാനന്ന് എടുത്തു കൊടുക്കും. ഈ പൈപ്പ് ഇത് നമ്മുടെ മിറ്റൊക്കെ കഴുകുന്നൊരു പൈപ്പ് ഇത് കാണിക്കുന്നത് വേണ്ടോ. ഇത് അന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ മിറ്റം ക്ലീനിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പൈപ്പ് എടുത്തിട്ടായിരുന്നു ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നത്. ഇതെടുത്തിട്ടായിരുന്നു ഇവിടെ മൊത്തം മിറ്റം എല്ലാം. ഇപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ട് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ. കാമിൻകോയിട്ടും ഈ കോമ്പൗണ്ടും ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ലൈറ്റില്ല, ഇരുട്ടായിട്ട് നമുക്ക് ഇത്ര ഇരുട്ടായി. ഇതൊരു തുളസിയാണ് കേട്ടോ. ഇതാ തുളസി, ഇത് പനിക്കൂർക്ക, പിന്നെ ഒരു തക്കാളി, വീണ്ടും പനിക്കൂർക്കകൾ, പിന്നെ ഇതാ നല്ല കറ്റർവാഴ കണ്ടില്ലേ, ഇത്രയും കട്ടിയാണ്. എല്ലാം നല്ല കട്ടിയിലാണ് നിൽക്കുന്നത്. കറ്റർവാഴ, പിന്നെ ഇതൊരു കറിവേപ്പാണ്. ഇത്രയും തിക്കൊന്നുമില്ല, എല്ലാം കറ്റർവാഴ തന്നെ കേട്ടോ. പിന്നെ ഇതൊക്കെയും കറ്റർവാഴ തന്നെ. പിന്നെ ഇതിലൊന്നും ഒന്നുമില്ല, പ്ലാന്റ് ഇല്ല. അത്തനും തക്കാളി. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടുകൾ കണ്ടില്ലേ, ഇത് സൈഡ് ഭാഗമാണ്. ഇപ്പോൾ നമ്മളെ കാണിക്കുന്ന സൈഡാണ്. ഇത് നമ്മുടെ ഒരു സ്റ്റോർ റൂം പോലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ
ബാഗുകൾ, പെട്ടികൾ, പിന്നെന്താ ഇത് പിന്നെ ഇത് ഷൂ സ്റ്റാൻഡ്, പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ അവിടെ വാങ്ങുന്ന നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ സാധനങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള കാലത്ത് ഓരോന്നൊക്കെയാണ്. പിന്നെ നമ്മൾ പഴയതെല്ലാം നല്ലതുമായ പാത്രങ്ങളൊക്കെ അവിടെയൊക്കെ ഇടുക്കി വയ്ക്കുന്നുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം അത്ര ഒരു നമ്മൾ സ്റ്റോർ റൂം എങ്ങനെ കീപ്പ് ചെയ്യുക അതേപോലെ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും മുഴുവനായിട്ട് കാണിക്കുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ലോ അതെന്താണെന്നുള്ളത്. പിന്നെ ഇതൊക്കെ സാധനങ്ങൾ വാങ്ങിയില്ല, എക്സ്ട്രാ ഉള്ള സാധനങ്ങൾ പെട്രോളിലൊക്കെ അത് തന്നെയാണ്. അരിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ എക്സ്ട്രാ വരുന്നത് ഇവിടെ കൊടുത്തു വയ്ക്കുന്നതാണ്. ഇതിനുള്ള സ്റ്റോർ റൂം ഇത് നല്ലൊരു ഏരിയയാണ്. നല്ലൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോർ റൂം സ്പേസുമാണ്. ഇവിടെ ലൈറ്റിംഗ് കണ്ടില്ലേ സ്കൈ. പിന്നെ ഈ വൈകുന്നേരത്തെ എന്താ അസ്തമനാണ്. ഹോസ്പിറ്റൽ വരാതെ ഹോസ്പിറ്റലാണ് എന്നു ചെല്ലുന്നത്. ഇതാണ് ടെറസ്. ഇത് നമ്മുടെ എന്താ പറയുക റൂമിക്കുള്ള ഹോളിക്കുള്ള എ സികളും റൂമിക്കുള്ള എ സികളും ഒക്കെയാണ്. ഇത് ദൃശ്യം നമ്മൾ ടി വി കാണാതെയിട്ട് 5 വർഷമൊക്കെ ആയിട്ടാണ്. ഈ വീട്ടിൽ നമ്മൾ വന്നിട്ട് 5.5 വർഷമായി. നമ്മളാണ് ആദ്യമായിട്ട് വീട്ടിൽ താമസിക്കാൻ വരുന്നത്. ഇത് പണി തുടങ്ങുമ്പോൾ മുതലേ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പണി തീരുന്നവരെ ഇങ്ങനെ കാത്തു നിന്ന് അവസാനം നമുക്ക് പണി കഴിഞ്ഞ് നമ്മളാണ് ആദ്യം വരുന്നത്. 5.5 വർഷമായി. 5.5 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അത്രയും സമയമായി നമ്മൾ. അപ്പോൾ അന്ന് നമ്മൾ വെച്ചതായിരുന്നു. ഇവിടുത്തെ കുറേ ചാനലുകളൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ടി വി കാണാറില്ല, ഒന്നും ഉപയോഗിക്കാറില്ല. മോളിൽ നിന്ന് താഴേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം വീട്ടും ടെറസും കണ്ടു. അതിനുശേഷം നമ്മുടെ ഹോള് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ഹോളല്ല. ഇതിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിപ്പം തോന്നില്ല. നമുക്ക് നോക്കാം. ഇതാ ഈ കാണുന്നത് ഇത് നമ്മൾ കർട്ടൻ ഇട്ടിട്ടില്ല കേട്ടോ. കർട്ടൻ ഇടാത്തതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കർട്ടൻ ഇടാൻ ഉദ്ദേശിച്ചു. ഈ വീട്ടിൽ നമ്മൾ പറഞ്ഞില്ലേ ആദ്യം നമ്മളാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പണികൾ കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ വന്നത്. അപ്പോൾ അവർ കുറച്ച് പണികൾ എന്താ ഗ്യാസ് സിലിണ്ടർ ആദ്യം പുറത്ത് അങ്ങനെ 1-2 കാര്യങ്ങൾ. പിന്നെ ഒരു കിച്ചണിൽ കബോർഡ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി അടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം കർട്ടൻ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ കർട്ടൻ ഇടാനുള്ള ആള് പിന്നെ ഇങ്ങനെ നീണ്ടു പോയി. അവർ നാട്ടിൽ പോയി. പിന്നെ കൊറോണ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇനി കർട്ടൻ ഇല്ലാതെ നമ്മളെ സൺലൈറ്റ് ആസ്വദിക്കാൻ തുടങ്ങി. വിൻ്ററൊക്കെ വന്നു. പിന്നെ പുറത്തൊക്കെ നല്ല പ്ലാന്റ്സും അതൊക്കെ കാണിക്കും. നമുക്ക് ഇവിടെ ഫ്രണ്ടിലും ചെടികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു തരം വിൻ്ററിലൊക്കെ ഒരു പാറ്റുകൾ വന്നിട്ട് അങ്ങനെ ഒരു തരം പാറ്റിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാനത് മാറ്റിയത്. പിന്നെ ഇങ്ങനെ പോട്ടിലായതുകൊണ്ട് തന്നെ അതിനൊരു കൊതു വരിക അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് മാറ്റുന്നത്. ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊരു രസമായി തോന്നി. അതുകൊണ്ട് കർട്ടനിടണ്ട അങ്ങനെ ഒരു ശീലമായി. ഇപ്പോൾ ഇതിനെ നമുക്കിത് യൂസ്ഡായി അങ്ങനെ മുന്നോട്ട് പോകണം. നമുക്കിതൊരു ശീലമായി പോയിട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സോഫ. ഇത് ഒരു 6 വർഷത്തേക്ക് പഴക്കമുണ്ടാവും കേട്ടോ. നമ്മൾ ആദ്യത്തെ വീട്ടിൽ 13 കൊല്ലം താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഞങ്ങളിവിടെ ഞാനൊക്കെ വന്ന സമയത്ത് റൂബി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആദ്യം ഒരു വില്ലയിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറിയിട്ട് ഒരു 3 വർഷം കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഞാൻ മൊത്തം
ആ അധികം ഉണ്ടായിരുന്നു. ഒരു കൊല്ലം 2 കൊല്ലം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആ ഓണർ അവിടെ താമസിക്കാൻ വരിക എന്ന് പറഞ്ഞിട്ട് നല്ലൊരു വീടായിരുന്നു. ഇതുപോലെ വില്ല തന്നെയായിരുന്നു. നമ്മളവിടുന്ന് മാറി അങ്ങനെ പിന്നെ മാറി വന്ന വീടായിരുന്നു 13 വർഷമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ കഴിഞ്ഞിട്ട് പിന്നെ വീട് മാറി നിൽക്കുമ്പോൾ പുതിയ വീട്ടിലേക്ക് തന്നെ മാറണം എന്നുള്ള ഒരു ഇതിൽ നമ്മളിങ്ങനെ വീട് തപ്പി തപ്പി ഫ്ലാറ്റ് പറ്റൂല, വില്ല തന്നെ വേണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്ന് ഇവിടെയൊക്കെ വില്ലകളുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ അവസാനം ഈ വില്ല കണ്ടപ്പോൾ നമുക്ക് ഇതന്നെ മതി വിചാരിച്ചിട്ട് പണി കുറേ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി അങ്ങനെ ഇതിനൊക്കെ കുറേ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇത് 3 സീറ്റർ സോഫ. ഇതിപ്പോൾ ഒരു ഓഫീസ് ടൈപ്പ് പോലെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിയൊക്കെ ഇങ്ങനെ സ്പേഷ്യസ് ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പിന്നെ പൊടിയൊന്നും ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഇതാകുമ്പോൾ നമുക്ക് അത് തുറച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടൈപ്പ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. മറ്റേ ക്ലോത്തിൻ്റെ ആയിട്ടുണ്ടെങ്കിൽ അലർജി, പൊടിയുടെ അലർജി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ടൈപ്പ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ തന്നെ സിംഗിൾ സോഫ 2 അങ്ങനെ 5 സീറ്റർ. ഇതാണ് ഇവിടെ ഹോളുള്ളത്. പിന്നെ ക്ലോക്ക് 2 പെയിൻറ്റേഴ്സ്, വേറെ 2 പെയിൻറ്റേഴ്സ് കൂടി ഉണ്ടായിരുന്നു. അത് വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് വീഴുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം കയറിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആണി അടിക്കാനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഏറ്റവും ആദ്യം കയറിയപ്പോൾ. അപ്പോൾ ഓണർ അടിച്ചോളാൻ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ആണി അടിക്കുക പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള സംഗതിയായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്ക് പൊട്ടിച്ചിട്ടാണ് ഒരു സ്റ്റിക്കർ കിട്ടുമല്ലോ, ആ സ്റ്റിക്കർ വെച്ചിട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വൈറ്റ് ആയിരുന്നെങ്കിൽ നമുക്കൊന്നും കൂടി ഇതായിരുന്നു, കാരണം ഫ്ലോറ് വൈറ്റ് ടൈൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് അല്ല, ഫ്ലോറ് വൈറ്റാണ്, പക്ഷെ ചുമര് ഈ ഒരു കളറായതുകൊണ്ട് എന്നാലും വെളിച്ചുണ്ട്. പിന്നെ വൈറ്റ് തീം തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡൈനിങ് ടേബിള്. ഈ ഡൈനിങ് ടേബിളിൻ്റെ ചരിത്രം പറയാനുണ്ട്. ഇതിന് 20 വർഷത്തെ പഴക്കമുണ്ട്. അതിനുശേഷം വേറെ ഗ്ലാസ് ടേബിൾ വാങ്ങി. ആ ഗ്ലാസ് ടേബിൾ ആടിയിട്ട് നല്ല ഫാൻസി ടേബിൾ പുറത്തെയായിരുന്നു. അത് ഒഴിവാക്കി വീണ്ടും പഴയ ടേബിളിലേക്ക് തന്നെ നമ്മൾ വന്നതാണ്. ഇത് കാണാൻ ഭംഗി കുറവാണ്, പക്ഷേ എന്ത് നല്ല പണി ഇതിൽ ഒരു കവർ പോലും ഇടാതെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ചെയറുകൾ ഞാൻ മാറി മാറി വരുന്നുണ്ട്. മറ്റേ ഗ്ലാസ് ടേബിൾ വന്നെങ്കിലും അതൊക്കെ വീട് മാറുമ്പോഴേക്കും തന്നെ അത് ആടലും പിടിക്കലും ഒക്കെ ആയിട്ട് അത് ഒഴിവാക്കി. പിന്നെ അങ്ങനെ പിന്നെ ടി വി ഞാൻ പറഞ്ഞില്ലേ, ഡിഷ് കണ്ടില്ലേ മുകളിൽ. ഇത് ടി വി കാണാറേ ഇല്ല. ടി വി വർക്ക് ചെയ്യില്ല, ടി വി വർക്ക് ചെയ്യും, പക്ഷേ ഡിഷ് കണക്റ്റഡ് അല്ല. അത് വന്നിട്ട് കുറച്ച് സമയങ്ങൾ കണ്ടു. പിന്നെ ഞാനൊന്ന് നാട്ടിൽ പോയി. ആ സമയത്ത് ഞാനിങ്ങനെ എപ്പോഴും നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു. നാട്ടിൽ പോകാൻ അങ്ങനെ നമുക്കിങ്ങനെ എപ്പോഴും നാട്ടിൽ പോകേണ്ട ഇങ്ങനെ സാഹചര്യങ്ങളിലായിട്ടല്ല, പക്ഷേ എനിക്ക് നാട്ടിൽ പോകേണ്ട അടിയന്തരമായ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്നുകൊണ്ട് ഞാൻ എപ്പോഴും നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കുറേ നിൽക്കേണ്ടി വന്നു. അപ്പോൾ കുട്ടികൾ തന്നെയല്ലേ, കുട്ടികൾ തന്നെയല്ല ഇവിടെ ഇവരുണ്ട്. അപ്പം ഞാനില്ലാത്തപ്പോൾ ടി വി കേടാവും കൂടി ഇത് സിഗ്നൽ പോയതാണ്. മഴ വന്ന് സിഗ്നൽ പോയത്, ടി വിയുടെ ഇല്ലാത്ത വീട്. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് വിചാരിച്ചു കുട്ടികൾക്ക് ഞാനിപ്പോൾ അമ്മ വന്ന് ഞാൻ വന്നിട്ട് ടി വി ആക്കി കൊടുക്കാം. പിന്നെ അതങ്ങനെ നീണ്ടുപോയി. പിന്നെ എനിക്ക് ടി വി വേണ്ടെന്നുള്ളതായി. അത് നമ്മൾ കാണാതെയായിട്ട് നമുക്കത് ഒരു ശീലമായ പോലെ. പിന്നെ ഇനി നമുക്ക് കിച്ചൺ കാണണം, അത് ബാത്റൂം കാണണം. ബാത്റൂം കാണാം. ഓക്കെ, സ്വിച്ച് എവിടെയാണ് കേട്ടോ, ബാത്റൂം വഴി സ്വിച്ച് അവിടെയാണ്. ഇതിലൊക്കെ അത് ആർഭാടങ്ങൾ വളരെയധികം കുറവാണ്. ഒന്നും ഒരുപാട് ഫ്ലവർ വാസും അതും ഇതും അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ആർഭാടങ്ങളായാൽ കഴുകലിൽ തടസ്സമാണ്. ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട്. പിന്നെ അത്ര തന്നെ പിന്നെ വാഷ് ബേസിൻ, ടോയ്ലറ്റ്. പിന്നെ പുതിയതായതിൻ്റെ ഒരു വൈറ്റ് ടൈൽസും ആയതുകൊണ്ട് നമുക്ക് നീറ്റ്നെസ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ നമ്മൾ ഇവിടെ എപ്പോഴും കഴുകിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ ഫ്ലവർ വാസും അതുകൊണ്ട് അങ്ങനത്തൊക്കെ ബാത്റൂമിലൊക്കെ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, ഒരു ആഭാടങ്ങളില്ല. അങ്ങനെ എപ്പോഴും വെള്ളമൊഴിച്ച് കഴുകണം, അതാണ് എയിം. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കാണാം. കിച്ചൺ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹോം ടൂറിനായിട്ട് ഒരുപാട് സജ്ജാക്കിയിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നാണ് തീരുമാനിക്കുന്നത് ഹോം ടൂർ എടുക്കാമെന്നുള്ളത്. ഒക്കെ വൈറ്റാണ് കേട്ടോ. അത് ചുമര് മാത്രമേ അങ്ങനെ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാത്ത ഒരു തരം മെറ്റലിൻ്റെ എല്ലാം വൈറ്റാണ്. പിന്നെ
ഇവിടെ കുറേ ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ കുറഞ്ഞ ആർഭാടത്തിൽ വിദേശത്താണെങ്കിലും അത് അങ്ങനത്താണ്. ഇത് ഒരു മിക്സി, ഇത് പുതിയതാണ് കേട്ടോ. പിന്നെ ഇത് ജ്യൂസർ, പിന്നെ ഇത് ഇൻഡക്ഷൻ ഇതാണ് ഇത്. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ പുറത്ത് തന്നെ വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ വെക്കാൻ സ്പേസ് ഉണ്ട്, പക്ഷേ എന്നാലെയാണ് ഇന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ട് രാവിലെ അതൊന്ന് കഴിക്കാൻ ശ്രമിക്കുള്ളൂ. മറ്റേത് ഇതിപ്പോൾ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ അതാണ് ഒരു ചീത്ത ചുഴപ്പ് പോലെ വരും. അപ്പോൾ അങ്ങനെ കേടായി പോകാറുണ്ട്. അപ്പോൾ ഇത് കഴിക്കുക വേണേനും ഹീമോഗ്ലോബിൻ ലോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കഴിക്കുക വേണം. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കൺമുന്നിൽ വെച്ച് അവസാനം കിച്ചണിൽ എല്ലാ പണി കഴിഞ്ഞ് പോകുമ്പോൾ ഇപ്പം എൻ്റെ മോളാണ് കേട്ടോ സ്ഥിരം ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അടിയിൽ ഡേറ്റ്സുമാണ്. ഈ 4 സാധനങ്ങൾ ഇവിടെ അല്ല 5 സാധനങ്ങൾ ഇവിടെ തന്നെ ഡെയിലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വാട്ടർമെലൻ ഇന്നലെ പോയിട്ട് ഷോപ്പിംഗ് ചെയ്ത് വന്നതാണ്. അതാണ് കവറൊന്നും പൊട്ടിക്കാതെ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി, ഇന്ന് സൺഡേ ആണ് കേട്ടോ. അവിടെ ഇന്ന് വീഡിയോ എന്താ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അറിയില്ല. ഇന്ന് സൺഡേ എടുക്കുന്നത് സാറ്റർഡേ വാങ്ങിയിട്ടാണ്. എഗ്ഗ്, വാട്ടർമെലൻ, പിന്നെ എന്താ ഇത് 2 ടൈപ്പ് ഓറഞ്ച്, 2 ടൈപ്പ് ആപ്പിൾ, അതാണ് അതിലുള്ളത് കേട്ടോ. പിന്നെ ഇത് ഫ്ലാസ്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഈ മിക്സിയുടെ 3 ജാറുകളാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കോഫി കപ്പ്, ഇത് ഇത്ര തന്നെ കോഫിയാണ്. ട്രെയും കോഫിയും കൂടിയിട്ട് വെച്ചോന്നേയുള്ളൂ. പിന്നെ സ്റ്റാൻഡൊക്കെ എന്താ വെക്കാത്തതെന്നൊക്കെ ഈ ചിക്കൻ എന്ന് പറയുന്നത് കിച്ചൺ കാണുമ്പോൾ തോന്നും. സ്റ്റാൻഡ് വെക്കാത്തതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു കഴുകൽ മണിയുണ്ട്. അപ്പോൾ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ വീട്ടിൽ. അവിടെ നിന്ന് പോരുമ്പോഴേ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. കാരണം ഇത് ഇങ്ങനെ കഴുകിയിട്ടാണ്. ഇത് നമ്മളിവിടെ സാധനങ്ങളെ കൊണ്ടുവച്ച് പോയതിന് ശേഷം അവർ ഗ്യാസ് സ്റ്റവ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് തന്നെ എനിക്ക് വലിയ വിഷമമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് എടുത്തിട്ട് താഴേക്ക് വെച്ചിട്ട് നേരെ കഴുകാലോ എന്നുള്ള ഇപ്പം ഞാൻ ആ ഹോൾ ടിഷ്യൂ വെച്ച് അടച്ചിട്ടാണ് ഇപ്പോഴും അവിടെ ഉണ്ടാവുന്നത്. ടിഷ്യൂ വെച്ച് അടച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോഴേക്കും അവർ അത് സ്റ്റൗവിനെ ഉള്ളിൽ കൂടെ ഇട്ടാൽ സൗകര്യമാണെന്ന് വെച്ചിട്ട് അവരവിടെ നമ്മൾ ഇവിടേക്ക് കയറുമ്പോഴേക്ക് സാധനങ്ങൾ കൊടുന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരങ്ങനെ ചെയ്തു. പക്ഷെ അതിലെനിക്ക് വിഷമമായിരുന്നു. അവർ നമുക്ക് സൗകര്യം ചെയ്തു തന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇതിനുള്ളൊക്കെ നിറയെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കടുക് മുളക് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അതെ അരി, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലത്തെ ഒരു കബോർഡ് ഇവിടെ വെക്കാനായിട്ട് തയ്യാറായിരുന്നു. ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഉള്ള സ്പേസിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിലോ വെക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ നമ്മൾ വെപ്പിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര സ്പേസ് വേണ്ട. നമുക്ക് ഫ്രിഡ്ജ് ഇവിടെ തന്നെ വെക്കണം. അവർ പറഞ്ഞു ഫ്രിഡ്ജ് ഈ ഹോളിൻ്റെ ഈ എൻഡിൽ വെച്ചിട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളത് ചെയ്യിപ്പിച്ചില്ല. അങ്ങനെ ആദ്യം ഞങ്ങൾക്ക് ഒക്കെ വേണ്ടി വരും തോന്നി. പിന്നെ ഇവിടെ ഒരാഴ്ച താമസിച്ചപ്പോഴേക്കും നമുക്ക് തോന്നി വേണ്ട, ഇതിങ്ങനെ തന്നെ മതിയെന്ന്. പിന്നെ സ്റ്റവ് സിംഗിൾ ബർണർ എന്താണെന്ന് തോന്നും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മറ്റൊക്കെ തന്നെ ആയിരുന്നു. ഇതെല്ലാം പറഞ്ഞ പോലെ ഞാൻ കുറേ നാട്ടിലുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ അല്ല, നാട്ടിൽ പോയിട്ടും വന്നിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ കുക്കിങ്ങൊക്കെ കുറവായിട്ട് ആദ്യം 3 ഇതിൻ്റെ ബർണറിൻ്റെ തന്നെയായിരുന്നു. പിന്നെ അത് ഒഴിവാക്കി കത്തിക്കാതെ ഈ നോബുകൾ ഇങ്ങനെ തിരിക്കാനല്ലോ. ഒരെണ്ണം മാത്രം തിരിച്ചിട്ട് എന്തായി ബാക്കിയൊന്നും ബാക്കിയാതെ. ഞാൻ നാട്ടിലിങ്ങനെ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച മുന്നേ 3 ആഴ്ച മുന്നേ പോയത് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ വാങ്ങി. പിന്നെ ഇതിങ്ങനെ എടുത്തിട്ട് ഇപ്പം അത് ഞാൻ അങ്ങനെ ചെടിച്ചെല്ലാം വെച്ചിട്ട് ഇവിടെ കഴുകുക ചെയ്യുക. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ഇൻഡക്ഷൻ ബോട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. 2 ഇൻഡക്ഷൻ ബോട്ടുണ്ട്. അപ്പോൾ ഈ 2 യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റവ് അധികം ആവശ്യം വരുന്നില്ല. അതാണ് ആവശ്യമുണ്ട്. സ്റ്റവ് ആവശ്യമില്ല എന്നല്ല പറയുന്നത്. ഇതാ ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. ഇതിന് വേസ്റ്റൊക്കെ വയ്ക്കുന്നു. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കത്തി അങ്ങനത്തെ കുറേ ഗ്ലാസ്സുകൾ അങ്ങനത്തെ കുറേ സാമഗ്രികളാണ്. അതൊന്നും തുറന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഹോളും വാഷ്റൂമും പിന്നെ കിച്ചണൊക്കെ കണ്ടു വരുന്നത്. ഇപ്പം നമ്മൾ ഹോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഹോളിന് തന്നെ സെക്കൻഡ് പാർട്ട് പോലെയാണ് കേട്ടോ. ഇത് ഈ അതിൻ്റെ ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ കുറേ കാലം ഇവിടെ ഇട്ടിട്ടുണ്ട്, കുറേ കാലം ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇത് ചുമൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഇവിടെ ഇങ്ങനെ മുട്ടിപ്പിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ കച്ചറയായിട്ടാണ്. പിന്നെ 5 വർഷമായിട്ട് പിന്നെ വൈറ്റ് വാഷൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് കച്ചറ കുറവാണ്, കുട്ടികളില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ കച്ചറ ഇങ്ങനെ ഇത് ഇങ്ങനെ മുട്ടിയിട്ടൊക്കെ
അറിയാതെ വീണ് ചായയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇതൊരു സെക്കൻഡ് പാർട്ട് ഹോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നീളത്തിലാണ്. അപ്പോൾ ഇവിടെ 2 സോഫ ഇട്ടിട്ടുണ്ട്. ഈ സോഫ വളരെ പഴക്കാണ്. ഇതിൻ്റെ 3 സീറ്റർ കേടായിട്ടില്ല, പക്ഷെ ഒരു ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര സൗണ്ട്, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയത് പഴയ വീട്ടിൽ നിന്ന് പോരുമ്പോൾ. ഇത് ഇതിൻ്റെ മുന്നത്തെ ഇതിനിപ്പോൾ ഒരു 10 വർഷമെങ്കിലും പഴക്കമുണ്ടാവുന്ന, കേടായിട്ടൊന്നുമില്ല. ഇപ്പോഴും നല്ല കണ്ടീഷനിൽ തന്നെയാണ്. ഇനിയും കേടൊന്നുമില്ല. നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും. ഭംഗി കുറവെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഓഫീസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടും പക്ഷേ നമുക്ക് പൊടിയെല്ലാം ഉടച്ചെടുക്കാം. നല്ല ബാക്കിലേക്ക് നല്ല സപ്പോർട്ടീവായിട്ട് നല്ല സുഖമായിട്ടിരിക്കട്ടെ. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ. ഉണ്ണീശോ ഇല്ല, എനിക്ക് വാങ്ങണം. ഇന്നലെ കടയിൽ ഞാൻ കാർഫോറിൽ പോയത് പ്രധാനമായിട്ട് ഫ്രൈഡേ പോയപ്പോൾ എനിക്ക് അത്ര ആലോചിച്ചില്ല. ഇന്നലെ പോയി, പക്ഷെ ഇന്നലെ വാങ്ങാൻ പറ്റിയില്ല. ഇനി വാങ്ങും, ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ ഒരു കലണ്ടർ. പിന്നെ ഇതെന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈഫൈ ഇവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു റൗട്ടർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അവരിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആയപ്പോഴേക്കും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഭംഗിക്കുറവ് വന്നു. ഇത് പക്ഷെ കുറേ കാലം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ റൂമിലാണ് വെച്ചിരിക്കുന്നത് റൗട്ടർ. സിഗ്നലിനനുസരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊരു കച്ചറയായിപ്പോയി. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഒരു കലണ്ടർ. പിന്നെ ഇവിടെ ഇതിൻ്റെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് ഇതൊക്കെയാണ്. എത്രയും വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. എത്രയും വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന റൂമാണിത്. ഇവിടെ ഇപ്പം പറഞ്ഞ പോലെ യാതൊരു ആർഭാടവും ഇല്ല, ഒരു ആർഭാടവും ഇല്ല. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം. ഒരു 2 കട്ടിലുണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ട വിചാരിച്ച കട്ടിലും ബെഡും നമ്മളത് ഒഴിവാക്കി. ഇപ്പോൾ ഒരു കട്ടിലും ഒരു ബെഡും. ഇപ്പം 2 പേരും കൂടിയിട്ട് ഈ ബെഡ് തന്നെ യൂസ് ചെയ്യുന്നത്, കുട്ടികൾ 2 പേരും കൂടിയിട്ട്. ഇപ്പോൾ അവള് മൂത്ത കുട്ടി പിന്നെ ഇപ്പോൾ പോവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇത് യൂസ് ചെയ്യും. ഇടയിലൊന്ന് വീഡിയോ കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഫോൺ വന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് പോകേണ്ടി വന്നു, ഫോൺ റിങ് ചെയ്ത് കേട്ടപ്പോൾ. പിന്നെ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഇത് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ വാങ്ങുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും പോയിട്ട് വാങ്ങുന്നത് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എനിക്കുള്ള സാധനങ്ങളാകുമ്പോഴാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്രോസറി വാങ്ങും. പിന്നെ എല്ലാ ആഴ്ചയും സെയിം ഗ്രോസറിയിലും വാങ്ങുന്നത്, അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് മോൾക്ക് അവള് പഠിക്കാൻ പോകുന്നിടത്തേക്കുള്ള പാക്കിങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവളുടെ ബാഗല്ല, ഇവിടെ സ്കൂൾ പഠിക്കുന്ന കുട്ടിയുടെ ബാഗാണ് കേട്ടോ. ഇത് പിന്നെ പില്ലോ, അത് ഒരു ചെയറിലൊക്കെ വെച്ചിട്ട് ഇരുന്നോളൂ അവര്. പിന്നെ ഈ കബോർഡ് ഇങ്ങനെയൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സോറി ഞാൻ കാലുകൊണ്ട് തട്ടിയത്, സോറി. ഇതെന്താണെന്ന് വെച്ചാൽ കാലം തട്ടാൻ പാടില്ല, അറിയാം. ഇത് വന്ന കാലം മുതൽ ഇതിങ്ങനെയാണ്. പിന്നെ ഈ കബോർഡ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇതെന്താ വെച്ചാൽ ഫിറ്റ് ചെയ്ത് ശരിയാവായിട്ടാണ്. ഡോറ് അഴിച്ച് ഫിറ്റ് ചെയ്തപ്പോൾ ഫിറ്റ് ചെയ്ത് ശരിയാവായിട്ടാണ്. പിന്നെ ഇതുവരെ ഒരു ഫിറ്റ് ചെയ്തില്ല. ഇതിലുള്ള പിന്നെ നമ്മൾ ഡ്രസ്സൊന്നുമല്ല വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ യൂസ്ഡായി. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫിറ്റ് ചെയ്തു, പിന്നീട് അത് വീണ്ടും വരുന്നതാണ്. ശരിക്കും ഇതാണെന്നും ഇത് പുതിയ കബോർഡാണ്. കുറച്ച് അങ്ങോട്ട് വരുന്നതിൻ്റെ ഈ സോഫ, കറുത്ത സോഫയുടെ നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ ഒപ്പമുള്ളതാണ് ഈ കബോർഡ്. പക്ഷെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എവിടെ നിർത്തിയത്? നമ്മൾ മോളെ വീണ്ടും ഹസ്ബൻഡ് ഫോൺ വന്നുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടി നിർത്തേണ്ടി വന്നു കേട്ടോ. ഇത് അപ്പോൾ ഈ ടേബിള്, ഇത് എൻ്റെ ചെറിയ മോളുടെ പഠന ടേബിളാണ്. അങ്ങനെ 2 ബുക്ക് പഠന ടേബിൾ നമുക്ക് ഇരിക്കണം അത്ര. പിന്നെ ഇത് സ്പീക്കർ, ഇത് പറഞ്ഞു അവളുടെ പക്ഷീറ്റുകളാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകും. പിന്നെ ഇത് നമ്മൾ ബാക്ക് പെയിനൊക്കെ വെക്കുന്നൊരു, ഇരിക്കുമ്പോൾ ഉള്ളൊരു സുഖത്തിന് വെക്കുന്ന നല്ലതാണ് കേട്ടോ. അത് ഹീറ്റ് ചെയ്തിട്ട് നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റും. അത് സുഖമായിട്ടിരിക്കാം. ഇതും ഒരു ചെയർ. ഇത്ര മാത്രമേ ഈ റൂമിലുള്ളൂ കേട്ടോ. വേറെ ഒന്നും ആർഭാടങ്ങളൊന്നും തന്നെ ഒരു റൂമിലും ഇല്ല കേട്ടോ. അതെല്ലാം വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഇതെല്ലാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത റൂം കേട്ടോ. അപ്പോൾ ഒരു റൂം നമ്മളവിടെ കണ്ടില്ലേ, അടുത്ത റൂം. ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ ഹോളിനെക്കാട്ടിലും ഒക്കെ വളരെ വലിയ റൂമാണ്. നമുക്ക് ലൈറ്റില്ല,
ഒരു സൈഡ് മുതൽ ഇവിടെ എത്രയും സ്പേഷ്യസ് ആണ്. അത് ഇവിടെ നമ്മൾ സോഫയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുനടക്കും. നമുക്ക് വിൻ്ററിനനുസരിച്ചിട്ട് വിൻ്ററായ കോളിക്ക് പോകും, സമ്മറായ ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ട് തള്ളി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പിന്നെ ഈ കട്ടിലിൻ്റെയൊക്കെ ചരിത്രം പറയുകയാണെങ്കിൽ ഇതിന് ഡൈനിങ് ടേബിളിൻ്റെ പഴക്കം പറഞ്ഞ ചരിത്രത്തിൽ അത്രയും പഴക്കം തന്നെയാണ് ഈ കട്ടിലിനുള്ളത് കേട്ടോ. ബെഡിനല്ല കട്ടിലിനുള്ളത്. പക്ഷെ അന്ന് ഇതിൻ്റെ നമുക്കൊരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ, ഇത് നമ്മൾ വീടൊക്കെ മാറുമ്പോൾ, നമ്മൾ 4 വീട് മാറിയല്ലോ, വീട് മാറുമ്പോൾ ഇത് അഴിച്ചു പിറ്റിയാൻ വലിയ പാടാണ്. ഭയങ്കര ഹെവിയാണ്. പിന്നെ അഴിച്ചു പിറ്റിയിൽ വലിയ പാടാണ്. പക്ഷെ ഒരു വ്യത്യാസമില്ല, ഒരു ഒരു വ്യത്യാസമില്ല. ഇത് അങ്ങോട്ട് ഇളക്കണമെങ്കിൽ മാർഗമില്ല, അത്ര മാത്രം. അത് വാങ്ങുമ്പോൾ അത്ര ആലോചിക്കാനുള്ളതാണ്. കാലങ്ങളോളം നിന്നോളെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിപ്പോയതാണ്. പിന്നെ ഇവിടെ ഒരു അവനുണ്ട്. ഇതെന്താ ഇവിടെ ഫോൺ സ്റ്റോറേജ് ഫുള്ള് ഹസ്ബൻഡിന്റെ ഫോണ് വന്നോണ്ടിരിക്കുക. അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. ഞാനിപ്പം വീണ്ടും എന്താ പറഞ്ഞ് നിർത്തിയതെന്നുള്ളത് അറിയുന്നില്ല. ഈ അവൻ എന്താ റൂമിൽ തന്നെ എന്നുള്ളത് ആർക്കും തോന്നരുത്. അത് കണ്ടില്ലേ, കിച്ചണിൽ നമുക്ക് സ്പേഷ്യസ് എല്ലാവരും. പിന്നെ ടേബിളൊക്കെ ഇട്ടിട്ടൊക്കെ നമ്മൾ അവിടെ വെച്ച് നോക്കി. അവിടെ വെച്ചപ്പോഴും നമുക്കത് ആ ടേബിളുണ്ട്. ടേബിൾ നമ്മൾ ആ സ്റ്റെയറിൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്, സ്റ്റോർ റൂമിൽ സ്റ്റെയറിൻ്റെ അടിയിൽ. അപ്പോൾ നമുക്കത് ആവശ്യാനുസരണം നമ്മളിങ്ങനെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ സ്റ്റോറിലും ഇത് കൊണ്ടുപോയിരിക്കും. ആവശ്യമാകുമ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് വരിക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ചിക്കനൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകും. ഇൻഡക്ഷൻ പോയിട്ട് മാറ്റിയിട്ട് അവിടെ വെച്ച് പ്രവർത്തിപ്പിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു കബോർഡ്. ഇതൊരു മൂന്ന് ഡോറാണ്. ഇതിനും അവിടെ പറഞ്ഞ കബോർഡിൻ്റെ അതേ പ്രശ്നം തന്നെയാണ്. ഇതൊന്നും ഒരു ഫിറ്റ് ചെയ്താൽ ശരിയാവും. ഇങ്ങനത്തെ ഡ്രസ്സാണ്, തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ ഇതുപോലെ അങ്ങനെ തന്നെ അതേ പ്രശ്നമാണ്. ഒരു ഫിറ്റ് ചെയ്യേണ്ട പ്രശ്നമാണ്. ഇത് അയൺ ചെയ്യുന്ന ടേബിളാണ്. അയണൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതായിരുന്നു ഇത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉദ്ദേശിച്ചുകൊണ്ട് ഹോം ടൂർ ചെയ്യാന്ന് വെച്ചാൽ പ്ലാൻഡ് ആയതല്ലത്. കണ്ടില്ലേ, ഇത് എക്സസൈസ് ചെയ്യുന്ന മാറ്റുണ്ടോ, യോഗ മാറ്റാണ്. അത് ഒന്നും മാറ്റി വെച്ചിട്ടില്ല. അതിൻ്റെ അടിയിൽ പാത്രമാണ് അതിൻ്റെ മൈക്രോവേവിൻ്റെ അടിയിലിരിക്കുന്നത്. ഒന്നും ഓർഗനൈസ് ചെയ്തിട്ടല്ല, പെട്ടെന്ന് നമുക്ക് ഹോം ടൂർ ആവാം എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഒരുപാട് അങ്ങോട്ട് അറേഞ്ച് ചെയ്തിട്ട് എല്ലാം ആർട്ടിഫിഷ്യലാക്കി കാണിക്കുന്നതിനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചത് അയൺ ചെയ്യാനാണ്. പിന്നെ ഇത് കുറേ പേരൊക്കെ ഈ ഭാഗം കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഈ ഭാഗം എന്താണെന്നുള്ളത്. ഇത് രാവിലെ ഞാൻ എക്സസൈസ് ചെയ്ത് 2 മിനിറ്റൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതും റൂമിൽ നിന്ന് വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഹോളിലാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി അവിടെ കൺജസ്റ്റഡ്. ഹോളിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് പറയുമ്പോൾ 2 പാർട്ട് പോയല്ലേ. പിന്നെ സോഫ അവിടെ നിന്ന് മാറ്റണം, അങ്ങനെയൊക്കെ. എന്നാലും നമ്മൾ അങ്ങോട്ടൊക്കെ ആയിട്ട് മാറ്റിണ്ടാവും. സോഫ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ റൂമിൽ സോഫയൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. 5 സീറ്റർ സോഫ ഇവിടേക്ക് നമ്മൾ ഇടാറുണ്ട്. പക്ഷേ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ആകുമ്പോൾ ജനൽ തുറന്നിട്ട് നമുക്ക് രാവിലത്തെ നേരം സൂര്യൻ ഈ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇവിടേക്കാണ് കുറച്ചൊരു ഒന്നും കൂടി എക്സസൈസ് ചെയ്യുമ്പോൾ ചെറിയൊരു സൂര്യൻ ഒന്നും കൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ ഭാഗമാണ് കേട്ടോ, ജനൽ തുറന്നിട്ട് ഇടുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഓവറോൾ ലുക്ക്. ഇവിടെ ഒരു ആർഭാടുമില്ല. 2 കബോർഡും ഒരു കട്ടിലും ഒരു ബെഡും മാത്രമേ ഉള്ളൂ. ബെഡ് ഇത് കിങ് സൈസ് ഓർത്തോപീഡിക് ബെഡ് അതാണ് കേട്ടോ. ഇത് സ്പ്രിങ്ങുള്ള ഇത് അങ്ങനത്തെ ഓർത്തോപീഡിക് നടുവേദനയ്ക്കുള്ള ആ ബെഡാണ്. വർഷങ്ങളായി ഒട്ടും കേടൊന്നുമില്ല. ഇത് മോൾക്ക് കുളിക്കാൻ കീട്ടിട്ട് വെച്ചെടുക്കുകയാണ്. ഇനി ഈ ഒരു വാഷ്റൂമും കൂടി നമുക്ക് കാണാം. ഇതാണ് വാഷ്റൂം. ഇവിടെ മാർബാളങ്ങളൊന്നുമില്ല. ഇവിടെ സാധാരണ ഇത് അത് നീളത്തിലുള്ള വാഷ്റൂം. ഇത് വേറൊരു രീതിയിലുള്ള അറേഞ്ച്മെന്റ്. ഇവിടെ മാറ്റ് ഇടാത്തത് എന്താണെന്ന് ആർക്കും തോന്നരുത്. നമ്മളെപ്പോഴും തുടയ്ക്കും. ഇപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് മാറ്റ് ആകുമ്പോൾ മാറ്റ് കൂടി കഴുകണ്ടേ. അപ്പം അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും ചവിട്ടി കയറാൻ നമുക്ക് ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് 4 പേരുള്ളത്. ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ വീട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എത്രത്തോളം ദീർഘിപ്പിച്ചു എന്നുള്ളത് അറിയുന്നില്ല.
പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി, കുറച്ച് ദീർഘമായോ എന്നുള്ളത് അറിയില്ല. എല്ലാവരും മുഴുവനായിട്ട് കാണുക, പിന്നെ പോരായ്മകളൊക്കെ നമുക്ക് പറഞ്ഞു തരിക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മസ്കറ്റിലുള്ളവരൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എവിടെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കമൻ്റായിട്ട് പറയൂ. കൂടുതൽ എല്ലാവരും കാണണമെന്ന് ഒരിക്കൽ കൂടി കാണുമെന്ന് പറയുന്നു. നമ്മുടെ ഹോം സിമ്പിളാണ്, പിന്നെ നമ്മുടെ ഹോം നമുക്ക് പ്രിയപ്പെട്ടതാവുമല്ലോ, അതുകൊണ്ട് കാണിക്കുന്നു. ബൈ, താങ്ക് യു ആൾ.